ഹായ് ഹലോ, ഇന്ന് നമ്മുടെ ജഗന്നാഥ ക്ഷേത്രോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ. സൺഡേ ആയിരുന്നു രണ്ടാമത്തെ ദിവസം. സൺഡേ സാധാരണ നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. എന്തോ അറിയത്തില്ല, അത്ര വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. ഇന്ത്യൻ്റെ കളി ഉള്ളത് കൊണ്ടാണ് ഇന്ന് തിരക്ക് കുറവെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പോവുകയാണ്. പോകുന്ന പോക്കിൽ കുറേ റൈഡ്സും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റൈഡ്സ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കും ഉണ്ടാവും, പിന്നെ നല്ല ഉത്സവവും ഉണ്ടാവും. പിന്നെ ഇന്ന് ഗാനമേളയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അത് അവിടെ നിന്ന് കണ്ടോ. നല്ല അടിപൊളി ഗാനമേള തന്നെയായിരുന്നു. ഇനി ഉത്സവം കാണാമെന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് കയറുവാണ്. അപ്പം 4 ആനകളാട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉത്സവമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ കസിൻ സിസ്റ്റർ ഗാനേച്ചീനെയും ഫാമിലിനെയും കണ്ടത്. പിന്നെ കുറച്ച് നേരം നമ്മൾ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരാളും കൂടി അവിടെ വന്നു കേട്ടോ. അതേ ടൈം അതേ സ്ഥലത്ത് തന്നെ. അപ്പോൾ അതാരാന്ന് വെച്ചാൽ DTC ആയിരുന്നു കേട്ടോ. DTC എന്നാണ് നമ്മൾ പറയാം, നമ്മുടെ ഡിബിൾ ടി സി, സ്വന്തം ഡിബിൾ ടി സി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറച്ച് നേരം DTCനോട് വർത്താനൊക്കെ പറഞ്ഞ് അതിനുശേഷം ബാക്കി ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം പിന്നെ ഉള്ളിൽ കയറിയിട്ടൊന്ന് തൊഴുകയും ചെയ്തു കേട്ടോ. അങ്ങനെ തൊഴുത് അതേ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി അമ്പലത്തിൻ്റെ ബാക്കി ഒക്കെ ചുറ്റിക്കറങ്ങി കാണുന്നതാണ്. അങ്ങനെ ഇനി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് സ്റ്റോളിൻ്റെ ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോകണം. കാരണം ഫ്രണ്ട്സായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ആ ഒരു വൈബോട് കൂടിയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോകണം. അപ്പോൾ അത് നമ്മൾ വേറെ ദിവസം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറേ നടന്നതിന് ശേഷം പിന്നെ കോളിഫ്ലവർ ബജി കണ്ടു. എന്നാൽ പിന്നെ കോളിഫ്ലവർ ബജി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിച്ചാട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം പിന്നെ കുറച്ച് ദാഹിച്ചു. പിന്നെ തൊട്ടടുത്തിന് നല്ല അടിപൊളി കരിമീൻ ജ്യൂസ് കണ്ടതുകൊണ്ട് അതും അങ്ങോട്ട് വാങ്ങി കുടിച്ചേ. പിന്നെ വീണ്ടും നടത്താൻ അങ്ങോട്ട് ആരംഭിച്ചു. ഒരുപാട് റൈഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2 സൈഡായിട്ടും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഒത്തിരി റൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പല സ്ഥലത്തും ദൂരത്തു നിന്നൊക്കെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ആ ഒരു സമയത്ത് ആൾക്കാർ വരും. അതൊക്കെ കാണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേക ഭംഗിയാട്ടോ. നമ്മുടെ ജഗന്നാഥൻ്റെ മണ്ണിലാണ് സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെ കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ടോയ്സും ഒരുപാട് റൈഡ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് തന്നെ വരും കേട്ടോ. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോകുമല്ലോ. ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന പോക്കിന് ഒരു ലൈം ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് ഹലുവയും വാങ്ങിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്.